ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്പ്ലെൻഡർ പ്ലസിൻ്റെ യൂസർ റിവ്യൂവുമായിട്ടാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഹീറോയുടെ ഒരു സ്പ്ലെൻഡർ പ്ലസ് എടുത്തായിരുന്നു. ഇപ്പോൾ 1 മാസം ആയിരിക്കുകയാണ്. 400 കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ഈ വണ്ടിയുടെ പെയിൻറ്റിങ് ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ബ്ലാക്ക് പെയിൻ്റൊക്കെ. പഴയ സ്പ്ലെൻഡറിൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലുമൊക്കെ തന്നെയാണ് പുതിയ സ്പ്ലെൻഡറും ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ആ ടാങ്കിലുള്ള ഹീറോയുടെ ആ ബാഡ്ജിങ്ങൊക്കെ കാണാൻ ഒരു എടുപ്പ് തന്നെയാണ്. പിന്നെ വണ്ടിയുടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ പെയിൻറ്റിങ് ക്വാളിറ്റി തന്നെയാണ്. നല്ല കണ്ണാടി പോലെ വെട്ടി തിളങ്ങുകയാണ്. കാണാൻ നല്ല ലുക്കാണ്. പഴയ സ്പ്ലെൻഡറിനൊക്കെ താക്കോലിട്ട് തുറക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ആ ബോക്സ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി സ്ക്രൂ ഇട്ട് മുറുക്കുന്ന രീതിയിലാക്കിയിരിക്കുകയാണ്. പിന്നെ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ i3Sൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ഈ വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ ആണെങ്കിലും ആ പഴയ രീതിയിലുള്ളത് തന്നെയാണ്. ഇപ്പോഴും വണ്ടി ഒന്ന് മറിഞ്ഞാൽ പോലും ഇൻഡിക്കേറ്റർ പൊട്ടിപ്പോകുമെന്ന് നമുക്ക് പേടിക്കണ്ട. ഇടതുവശത്ത് ഡിമ്മും ബ്രൈറ്റും പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും ഓണിൻ്റെ സ്വിച്ചുമാണ് വരുന്നത്. പിന്നെ വലതുവശത്ത് സ്റ്റാർട്ടിംഗ് സ്വിച്ചും i3Sൻ്റെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ i3Sൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഓടിക്കുകയാണെങ്കിൽ വണ്ടിക്ക് 5 കിലോമീറ്ററും കൂടെ എക്സ്ട്രാ മൈലേജ് കിട്ടും എന്നാണ് കമ്പനി പറയുന്നത്. ഈ വണ്ടിക്ക് കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. പിന്നെ 4 ഗിയറാണ് ഉള്ളത്. ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൈ റേഞ്ചിലെ ഒരുവിധ കയറ്റങ്ങളെല്ലാം തന്നെ വണ്ടി കൂളായിട്ട് കയറിപ്പോകും. പിന്നെ പുറകിൽ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒരിച്ചിരി പമ്മൽ പമ്മും, പക്ഷേ കുഴപ്പമില്ല, കയറി പോരുകയൊക്കെ ചെയ്യും. നല്ല അടിപൊളി വണ്ടിയൊക്കെയാണ്. 75-80 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ നിലവിൽ. ഈ വണ്ടിയുടെ മീറ്ററൊക്കെ പഴയ മോഡൽ തന്നെയാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉള്ളതുകൊണ്ട് സെൻസറിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റും പിന്നെ i3Sൻ്റെ ഒരു വാർണിംഗ് ലൈറ്റും സ്പീഡും കിലോമീറ്ററുമാണ് ഒരെണ്ണത്തിൻ്റെ അകത്ത് ഫ്യൂവലും ന്യൂട്രും പിന്നെ എൻജിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റും പിന്നെ ഡിമ്മും ബ്രൈറ്റും അതിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റും ഒരെണ്ണത്തിൻ്റെ അകത്ത്. ഈ വണ്ടിയുടെ മാക്സിമം പവർ വരുന്നത് 5.9 kW അറ്റ് 8000 RPM. മാക്സിമം ടോർക്ക് വരുന്നത് 8.05 Nm അറ്റ് 6000 RPM. ഫ്യൂവൽ കപ്പാസിറ്റി വരുന്നത് 9.8 ലിറ്ററുമാണ്. വണ്ടിയുടെ ലെങ്ത് വരുന്നത് 2000 mm വിത്ത് 720 mm, ഹൈറ്റ് 1052 mm. വണ്ടിയുടെ വീൽ ബേസ് വരുന്നത് 1236 mm. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 mm. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 785 mm. വണ്ടിയുടെ ആകെ വെയ്റ്റ് വരുന്നത് 112 കിലോയുമാണ്. ഒരു 30 to 50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടും. വണ്ടിയുടെ ഹെഡ്ലൈറ്റൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വെട്ടം തരുന്നുണ്ട്. ഈ ഒരു വണ്ടി സിറ്റി ടു സിറ്റി റൈഡിനൊക്കെ പറ്റിയ വണ്ടിയാണ്. പിന്നെ ഇച്ചിരി ലോങ് ഒക്കെ പോകണമെങ്കിൽ ഈ ഒരു വണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, നല്ല മടുപ്പ് വരും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുവാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനലിൽ കാണുന്ന വീഡിയോയൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.